അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയാണോ ഇന്നത്തെ തലമുറയെ ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിക്കുന്നത്? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ നേച്ചർ എന്ന് പറയുന്നത് വയലൻസ്. കഞ്ചാവ് തെറ്റാണ്, കഞ്ചാവ് പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ ലീഗലാണ്. ഇന്ന് മകൾക്ക് ഇത് കൊടുത്തു, എന്താണ് മകളുടെ റിസൾട്ട്? പുള്ളിക്കാരിക്ക് ടെൻഷൻ ഇല്ല, ആങ്സൈറ്റി ഇല്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തണമെന്ന് കേരളത്തിൽ പ്രഖ്യാപനം ഉണ്ടായി പബ്ലിക്കായിട്ട്. പക്ഷെ തിരുവനന്തപുരത്ത് അത് നിർത്താൻ സമയമെടുത്തു. കാരണം എന്താണ്? ആ വലിക്കുന്നവൻ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും. കഞ്ചാവ് കൃഷി ചെയ്ത് അത് കത്തിച്ച് വലിച്ചാൽ ഖജനാവിലേക്ക് പണം വരുന്നില്ല. ഫുൾ ബോട്ടിൽ ഓഫ് ബ്രാൻഡി നിനക്ക് കഴിക്കാം, എന്നിട്ട് ഈ വയലൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ നീ കഞ്ചാവ് വലിച്ചിട്ട് ഈ വയലൻസ് ചെയ്യാൻ പാടില്ല. പെൺകുട്ടികൾ പോലും എവിടെയാണ് ഈ പോലും അതിൻ്റെ ഒരു ആവശ്യകത? ആൺകുട്ടിക്കാവാമെങ്കിൽ പെൺകുട്ടിക്ക് ആയിരിക്കും. തീർച്ചയായിട്ടും ആവാം. അവരെന്താ പ്രശ്നമുള്ളത്? അവർ ഫിസിയോളജിക്കലി ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ വേണ്ടി അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണെന്നുള്ള ഒഴിച്ചാൽ വേറെ എന്ത് ഡിഫറൻസ് ആണ് പെണ്ണ് തമ്മിലുള്ളത്? നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ ഒന്നിനോടും കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നൊരു വാചകം നമ്മൾ ഉപയോഗിച്ചു. അവിടെയാണ് ഇന്നത്തെ തലമുറ ഒരുപാട് പഴി കേട്ടുകൊണ്ടിരിക്കുക. പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് അവർക്കൊന്നിനോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നാണ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത്. ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയുടെ പ്രശ്നമാണോ ഇപ്പോൾ വ്യാപകമാകുന്ന ഡ്രഗ്സ്, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്? അപ്പോൾ ചിലർ പറയും ഇത് മാധ്യമങ്ങളുടെ വലിയ കടന്നുകയറ്റത്തോടുകൂടി, ഇത് പണ്ടും ഉണ്ടായിരുന്നു, ഇന്ന് ആളുകൾക്ക് കൂടുതലായി അറിയാൻ സാധിക്കുന്നു. പണ്ട് കൊല്ലത്ത് നടക്കുന്നൊരു കാര്യം കോഴിക്കോട്ടിരിക്കുന്ന ആൾ അറിയില്ല, രാവിലെ പത്രം വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയാണോ ഇന്നത്തെ തലമുറയെ ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിക്കുന്നത്? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ നേച്ചർ എന്ന് പറയുന്നത് വയലൻസാണ്. അവൻ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും ഇവിടെ മതങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൻ ഒരു നോൺ വയലൻസ് സ്റ്റേറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രഗ് കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ നിയന്ത്രണ വലയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിലുള്ള വയലൻസ് പുറത്തേക്ക് വരും. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് ഈ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അത്തരത്തിൽ വയലൻ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിയാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിയമമനുസരിച്ച് അനുശാസിച്ച് ജീവിക്കേണ്ട ഈ ഒരു ലോകത്ത് ഇന്നർ ഫ്രീഡം നമുക്ക് ഡിക്ലെയർ ചെയ്യാം, പക്ഷേ ഫ്രീഡം ആസ് എ ഫ്രീഡം ഒരിക്കലും ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫാക്ടറല്ല, റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മുടെ നിയമങ്ങളോട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതർവൈസ് ഇപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറയണ വലിയ തെറ്റൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു ഡ്രഗ് കഴിച്ചു അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഡിക്ലെയർ ചെയ്തു, സോഷ്യൽ ഫ്രീഡത്തെ ഡിക്ലെയർ ചെയ്തു, അതും തെറ്റല്ല. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ജയിലാണ്, അല്ലെങ്കിൽ ജീവപര്യന്തമാണ്, ദുരിതമാണ്. അപ്പോൾ അത് അവരുടെ വിധിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു യുവാവ് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുകയും റെസ്പോൺസിബിൾ ആവുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അവർ സേഫാണ്. പിന്നെ ഒരു പരിധിയിൽ വിട്ടൊന്നും ഇത് സൊസൈറ്റി അംഗീകരിക്കില്ല. എന്തൊക്കെ പറയും, ഇപ്പോൾ മതതീവ്രവാദം കേരളത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര തീവ്രവാദികളുണ്ട് കേരളത്തിൽ? കേരളത്തിലുള്ളവർക്ക് ഇന്ന് അടുത്ത ആഴ്ച മോഹൻലാലിൻ്റെ സിനിമ വരുമോ, എമ്പുരാൻ കാണണം, അത് കാണണം, ഇത് കാണണം എന്ന് ചിന്തിക്കുന്ന മലയാളിക്ക് ഇതിൻ്റെ പേരിൽ തമ്മിലടിക്കുക എവിടെ സമയം? അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന കുറേ ടീമുണ്ട്. ഇനി ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവ് ഡ്രഗ് യൂസേഴ്സും ഉണ്ട്, അബ്യൂസേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് നല്ല വിൽ പവർ ഉണ്ട്, അവന് ഡ്രഗ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുത്തനാണ്, മൈൻഡിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുത്തൻ, അവൻ ഈ സൊസൈറ്റിയിൽ അന്തസ്സായിട്ട് ജീവിക്കും. എത്രയോ ഡോക്ടേഴ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രയോ വലിയ വലിയ ആളുകൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൊസൈറ്റി അറിയുന്നുണ്ടോ? അപ്പോൾ പൊട്ടന്മാരാണ് ഈ ഡ്രഗൊക്കെ യൂസ് ചെയ്ത് അടികൊണ്ട് വല്ല കുഴിയിലും പോയി വീഴുന്നത്. അപ്പോൾ സ്റ്റുപ്പിഡിറ്റി ഈസ് എ സിൻ വെൻ ഇറ്റ് കംസ് ടു ഡ്രഗ്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ഡ്രഗ് യൂസ്. അപ്പോൾ ഡ്രഗ്സ് ആളുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ പ്രൊഡക്റ്റീവ് ഡ്രഗ് യൂസേഴ്സ് എന്ന് നിലനിൽക്കും, അബ്യൂസേഴ്സ് എന്നും ഈ രീതിയിൽ പെടും. ഇനിയിപ്പോൾ ഒരു സെക്ഷുവൽ ടെൻഡൻസി കൂടുതലുള്ള ഒരുത്തിന് എന്ത് ചെയ്യും? ബലാത്സംഗം ചെയ്യും, അവൻ ജയിലിൽ കിടക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനോ വിവാഹമൊക്കെ ചെയ്ത് 3-4 കുട്ടികളായിട്ട് സുഖമായിട്ട് ചെയ്യും. ഇതിനെല്ലാം കോമൺ ആയിട്ട് കുറ്റം വരുന്നത് ഡ്രഗിനാണ്. അല്ല, ഡ്രഗ് എന്ന് പറയുന്നത് ഒരു പല സ്ഥലങ്ങളിലും ലീഗലാണല്ലോ. ഇപ്പോൾ ഇവിടെ കഞ്ചാവ് ഇല്ലീഗലാണ്,
വിദേശ രാജ്യങ്ങളിൽ അവർക്ക് വീട്ടിൽ അത് കൃഷി ചെയ്യാം, ഒരു സർട്ടൻ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ അത് ബാൻ ചെയ്യണ്ടേ? അപ്പോൾ ഡ്രഗിൻ്റെ അബ്യൂസ് എന്ന് ഇവിടെ എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. മെഡിസിന് വേണ്ടിയിട്ട് പല മെഡിസിൻസ് കഴിക്കുമ്പോഴും ഡ്രഗ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ആചാരങ്ങളുടെ ഭാഗമായി ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആൽപ്രസോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ്, ആങ്സൈറ്റി ഡിസോർഡറിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ, അതിന് വേൾഡിൽ വലിയ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിലാക്സേഷനാണ്. ഇപ്പോൾ റിയാലിറ്റിയിൽ നിന്ന് വിഷമിക്കണോ, ഇല്യൂഷനിൽ നിന്ന് സന്തോഷിക്കണോ? ഞാനിന്നലെ ഒരു ഇന്റർവ്യൂ എടുത്തു. അത് അദ്ദേഹം അങ്ങേക്കറിയാവുന്ന ആളായിരിക്കും, തമ്പി നാഗാർജുന. അപ്പം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ പറയണേ കഞ്ചാവ്? പുള്ളി അപ്പോഴേ ഒരു രക്ഷകർത്താവിനെ ഫോൺ ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിനിടയിലാണ്. അതിൽ പുള്ളി ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ന് മകൾക്ക് ഇത് കൊടുത്തു, എന്താണ് മകളുടെ റിസൾട്ട്? പുള്ളിക്കാരിക്ക് ടെൻഷനില്ല, ആങ്സൈറ്റി ഇല്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നാളെ ഈ കുട്ടി എവിടെയെങ്കിലും പോയിട്ട് കഞ്ചാവ് ഉപയോഗിച്ചാൽ, അത് പുകയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്നത് എങ്ങനെ? അന്ന് അച്ഛൻ എനിക്കിത് മരുന്നായിട്ട് വാങ്ങി തന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇതിനെ ഒരു മിസ്യൂസ് ചെയ്യപ്പെടും. അതായത് അബ്യൂസ് ചെയ്യുന്നത് വീക്ക് പീപ്പിളാണ്. അപ്പോൾ വീക്ക് പീപ്പിൾ ബെറ്റർ അവർ ഇതിന്ന് മാറിയിരിക്കണം നല്ലത്. സ്ട്രോങ് ആയിട്ടുള്ള പീപ്പിളിന് പ്രൊഡക്റ്റീവായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റീവ് യൂസറും അബ്യൂസറും ഉണ്ട്. അപ്പോൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകളാണ് ഈ കാണുന്ന പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ഇതൊന്നും നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും നിർത്താൻ കഴിയില്ല. ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തണമെന്ന് കേരളത്തിൽ പ്രഖ്യാപനം ഉണ്ടായി പബ്ലിക്കായിട്ട്. പക്ഷെ തിരുവനന്തപുരത്ത് നിർത്താൻ സമയമെടുത്തു. കാരണം എന്താണ്? ആ വലിക്കുന്നവൻ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളായിരിക്കും. ആ സ്ഥാനത്ത് മധ്യ കേരളത്തിലൊക്കെ പെട്ടെന്ന് പോലീസിന് നിർത്തിക്കാൻ പറ്റി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, മനുഷ്യ സഹജമായിട്ടുള്ള അവൻ്റെ ഡിപ്രഷനുകൾ, സ്ട്രെസ്സുകൾ, ഇതൊക്കെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിസ്റ്റമൊന്നും ഉണ്ടാവാത്തടത്തോളം കാലം അവൻ എന്നും ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അതിനെ ഒരു മറയൊക്കെ വെച്ച് അത് ആസ്വദിച്ച് അങ്ങനെ പോകും. ഈ പറയുന്ന സ്റ്റുപ്പിഡായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഇതിനെ അബ്യൂസ് ചെയ്യും. അപ്പോൾ ഈ അബ്യൂസേഴ്സ് എന്നും ഉണ്ടാവും. ആ അബ്യൂസേഴ്സിനെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം കൈകാര്യം ചെയ്യും. അവരുടെ വിധി അധോഗതി. അപ്പോൾ പരമാവധി ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സൊസൈറ്റി കുട്ടികളോട് പറയുമ്പോൾ അവരോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റി ചെയ്യും വേണം. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ കണ്ട് പിടിച്ച് അവനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റണം. ഇതൊന്നും കൊടുക്കാതെ ഇതിലൊന്നും പോയി പടരുതെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവെയർനെസ് വേണം. ഇതില്ലാതെയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള അവെയർനെസ് വേണം. പക്ഷെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ലീഗലായിട്ട് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വികസിത രാജ്യങ്ങളിലൊക്കെ. അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കഞ്ചാവ് തെറ്റാണ്, കഞ്ചാവ് പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ ലീഗലാണ്, ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തെറ്റാ? അപ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അത് വലിക്കാതിരിക്കുക അല്ലേ? അപ്പം അതിനേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിഗരറ്റ് ഇവിടെ ബാൻഡല്ല, മദ്യം ഇവിടെ ബാൻഡല്ല, ഡ്രഗ്സുകൾ ഇവിടെ അലൗഡാണ് പല രീതിയിലും. അപ്പം നന്നായിട്ട് മദ്യപിച്ചൊരു ഫുൾ ബോട്ടിൽ ഓഫ് ബ്രാൻഡി നിനക്ക് കഴിക്കാം, എന്നിട്ട് ഈ വയലൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ നീ കഞ്ചാവ് വലിച്ചിട്ട് ഈ വയലൻസ് ചെയ്യാൻ പാടില്ല. ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ട് നീ വയലൻസ് ചെയ്യണം. അത് ഒന്നെങ്കിൽ എല്ലാ ലഹരിയും നിർത്തുക, ലെറ്റ് ഹ്യൂമൻ ബീയിങ് ബി ഫ്രീ ഫ്രം ഓൾ ദ ഡ്രഗ്സ്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ട അറ്റൻഷൻ കൃത്യമായിട്ട് കൊടുത്ത് ഇതിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങുക. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കഞ്ചാവ് കൃഷി ചെയ്ത് അത് കത്തിച്ച് വലിച്ചാൽ ഖജനാവിലേക്ക് പണം വരുന്നില്ല. അതൊരു ഡിഫറെൻറ്റ് പോയിൻ്റാണ്. പക്ഷേ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇതിലെത്തണം എന്നുള്ള കാരണം മനസ്സിലാക്കി സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് ഇതിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു ദൗത്യം സൊസൈറ്റി എടുക്കുക. അല്ലാതെ അവരെ ഒരു ഘട്ടത്തിലെത്തി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വീക്ക് പയ്യൻ്റെയോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് നീ തെറ്റാണ്, നീ തെറ്റുകാരിയാണ്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്തൊരു ചോദിക്കുന്നത്, പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, മാധ്യമങ്ങളിലായാലും എവിടെയായാലും പെൺകുട്ടികൾ പോലും, എവിടെയാണ് ഈ പോലും അതിൻ്റെ ഒരു ആവശ്യകത? എന്താ? ആൺകുട്ടിക്ക് ആവാമെങ്കിൽ പെൺകുട്ടിക്ക് ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ആവാം. അവരെന്താ പ്രശ്നമുള്ളത്? അവർ ഫിസിയോളജിക്കലി ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ വേണ്ടി
അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണെന്നുള്ള ഒഴിച്ചാൽ വേറെ എന്ത് ഡിഫറൻസ് ആണ് പെണ്ണ് തമ്മിലുള്ളത്? മാനിന് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടാൻ കാരണമുണ്ട്. അതിന് റീസൺ പ്രൊക്രിയേഷനാണ്. അപ്പോൾ ഒരു ഫീമെയിൽ ഷുഡ് റിസീവ് ആൻഡ് കൺസീവ്. അപ്പോൾ അവൾക്ക് അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ബോഡി കൊടുത്തു എന്നല്ലാതെ പെണ്ണും ആണും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും തിങ്കിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ആ ഫിസിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് പെണ്ണിനെ പെണ്ണായിട്ട് കാണണം, ആണിനെ ആണായിട്ട് കാണണം, അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല. വി ഷുഡ് ട്രീറ്റ് ദം ഈക്വലി. സെറിബ്രൽ ഈക്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ആ ഫിസിക്കലി ഉള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഡ്രഗ് അബ്യൂസിനെ തടയണമെങ്കിൽ അതിനുള്ള അവെയർനെസ് സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത്, അത്തരത്തിലുള്ള ആ കുട്ടികൾക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുത്ത് അവരെ അതിനേക്കാൾ വലിയ തലങ്ങൾ, ഇപ്പോൾ എന്തെല്ലാം സ്പിരിച്വൽ തലങ്ങളുണ്ട്, ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നതിനേക്കാൾ ലഹരിയുള്ള സ്പിരിച്വൽ തലങ്ങളുണ്ട്. അതിലേക്കൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കുട്ടികൾ അത് സ്വാഭാവികമായിട്ട് മാറും. പിന്നെ ഒരു നിയമങ്ങൾക്കും ഇവല്യൂഷനായിട്ട് ബന്ധമില്ല. പ്രപഞ്ചം ഇങ്ങനെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു നിയമത്തിനനുസരിച്ചും പ്രപഞ്ചം ഇവല്യൂഷനിൽ വരില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം, ദേ ആർ മോർ ഇൻ ടു സ്ട്രെസ്.